ഹലോ വൺസ് അഗെയിൻ വെൽക്കം ടു ഹൈഡോട്സ്. മുൻ വർഷങ്ങളിൽ കേരള PSC ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്തിനാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്? ആൻസർ സിമ്പിളാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ തറവ് ആകാൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നന്നായിട്ട് രജിസ്റ്റർ ആകാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാനും അതുവഴി എക്സാം ഹോളിൽ ഉണ്ടാകുന്ന അനാവശ്യമായിട്ടുള്ള കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിലേക്കുള്ള ആ ഒരു പോസിബിലിറ്റീസ് ഒക്കെ കുറച്ച് മാക്സിമം സമയം ടൈം സേവ് ചെയ്ത് നമുക്ക് എക്സാം ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നോ അത്രത്തോളം റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനുള്ള മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസും കൂടുന്നുണ്ട്. സോ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില ടോപ്പിക്സ് ഇപ്പോൾ LDC ആയാലും അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ, ഇപ്പോൾ അസിസ്റ്റൻറ്റ് ഗ്രേഡ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോലുള്ള ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആയാലും ഏത് എക്സാമിനും കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ടോപ്പിക്സ് ഉണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഗ്രാമർ, ടെൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ വൊക്കാബുലറി പാർട്ട്, യങ് വൺസ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ എക്സാമിനേഷനും പഠിക്കേണ്ടതാണ്. ലാസ്റ്റ് ഗ്രേഡിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ബാക്കിയുള്ള എക്സാമിനേഷനും. ഓക്കെ, അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഞാൻ LDC പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. സോ ഞാൻ LDCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രമേ വർക്കൗട്ട് ചെയ്യൂ. അല്ലെങ്കിൽ ഞാൻ ഡിഗ്രി ലെവൽ ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ പ്രിപ്പയർ ചെയ്യുകയാണ്, സോ ഞാൻ സബ് ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് മാത്രമേ വർക്കൗട്ട് ചെയ്യുന്ന ശാഠ്യം പിടിക്കുന്നത് മണ്ടത്തരമാണ്. ഇത്തരം കോമൺ ടോപ്പിക്സ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് പല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ആക്കി വെക്കുക. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. ഒന്നാമത്തെ ചോദ്യം, മൈ പേരൻസ് ഡാഷ് പാരീസ് ലാസ്റ്റ് മന്ത്. ഇവിടെ ഓപ്ഷൻസ് ഇതാണ്: ഹാവ് വിസിറ്റഡ്, വിൽ ഹാവ് വിസിറ്റഡ്, വിസിറ്റഡ് ആൻഡ് ഹാസ് വിസിറ്റഡ്. എൻ്റെ പേരൻസ് കഴിഞ്ഞ മാസം പാരീസ് വിസിറ്റ് ചെയ്തു. ഇതൊരു പാസ്റ്റ് ആക്ഷനാണ്. എങ്ങനെ മനസ്സിലായി? ലാസ്റ്റ് മന്ത് അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതൊരു ഭൂതകാല പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറും ഒരു ഭൂതകാല ക്രിയയായിരിക്കണം. സോ ഓപ്ഷൻ ബി വിൽ ഹാവ് വിസിറ്റഡ് എന്നുള്ളത് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ്. അല്ലെങ്കിലും വില്ല്, ഷാല് ഇത് വരുമ്പോൾ നമുക്കറിയാം അത് ഫ്യൂച്ചർ ടെൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഓക്സിലറി വെർബ്സ് ആണ്. ഇവിടെ ഫ്യൂച്ചറും പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഓപ്ഷൻ ബി ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്നത് ഓപ്ഷൻ A, C ആൻഡ് D. ഓപ്ഷൻ എയും ഡിയും, അതായത് ഹാവ് വിസിറ്റഡ്, ഹാസ് വിസിറ്റഡ്, ഇത് രണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതുപോലെ വിസിറ്റഡ് എന്നുള്ളത് ഓപ്ഷൻ സി എന്ന് പറയുന്നത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഈ രണ്ട് ടെൻസ് ഫോംസും നമ്മൾ ഭൂതകാല പ്രവൃത്തികളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ എന്താണ് ഒരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മൾ ടൈം മെൻഷൻ ചെയ്തിട്ടുള്ള പാസ്റ്റ് ആക്ഷൻസ് ആണെങ്കിൽ അത് നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ് പറയാറുള്ളത്. അതുപോലെ ടൈം മെൻഷൻ ചെയ്യാത്ത പാസ്റ്റ് ആക്ഷൻസ് ആണെങ്കിൽ നമുക്കത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാം. ഇവിടെ നമ്മൾ ലാസ്റ്റ് മന്ത് എന്നുള്ള ഒരു ടൈം, അതായത് ആ സമയത്തെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. പാസ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. അതായത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. സോ മൈ പേരൻസ് വിസിറ്റഡ് പാരീസ് ലാസ്റ്റ് മന്ത്. ഓക്കെ, അടുത്ത ചോദ്യം, ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഓപ്ഷൻസ് മെറ്റ്, വാസ് മീറ്റിംഗ്, മീറ്റിംഗ് ആൻഡ് മീറ്റ്. ഇവിടെ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ധാരാളം ഫ്രണ്ട്സിനെ കണ്ടുമുട്ടി. ഇത്തരം രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വരുന്ന സന്ദർഭങ്ങൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് കാണാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കാണാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവർക്ക് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്ത് പോകാവുന്നതാണ്. ഇവിടെ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വരുമ്പോൾ രണ്ടാമത്തെ ഭാഗം നോക്കുക. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ആദ്യം വരേണ്ടത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രണ്ട് പാസ്റ്റ് ആക്ഷൻസിനെ കാണിക്കുമ്പോൾ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ തുടർന്നുകൊണ്ടിരുന്ന പ്രവൃത്തിയും മറ്റേ ആക്ഷൻ അതിനിടയിൽ സംഭവിച്ച അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ചുരുങ്ങിയ സമയത്ത് സംഭവിച്ച ആക്ഷനും ആണെങ്കിൽ അത്തരം ആക്ഷൻസിനെ നമ്മൾ പാസ്റ്റ് സിമ്പിൾ ടെൻസിലും തുടർന്നുകൊണ്ടിരുന്ന ആക്ഷൻസിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുമാണ് പറയാറുള്ളത്. സോ നമ്മുടെ ആൻസർ ഇവിടെ മെറ്റ് എന്നുള്ളതാണ്. അതായത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ് V2. മീറ്റ് എന്നുള്ളതിൻ്റെ സെക്കൻഡ് ഫോമാണ് മെറ്റ് എന്നുള്ളത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ മെറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. രാമു ഡാഷ് എ ഫിലിം യെസ്റ്റർഡേ. ഓപ്ഷൻസ് ഇതാണ്: സി,
സീസ്, സീൻ ആൻഡ് സോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം യെസ്റ്റർഡേ അല്ലെങ്കിൽ ഇന്നലെ എന്നുള്ളത് കാണുമ്പോഴേ അറിയാം ഇതൊരു പാസ്റ്റ് ആക്ഷൻ ആണ്. മാത്രമല്ല ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ ഒരു പാസ്റ്റ് സിമ്പിൾ ടെൻസിലുള്ള വെർബായിരിക്കണം. അതായത് ഇവിടെ ഓപ്ഷൻ ഡി ആണ് പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ പറഞ്ഞിരിക്കുന്നത്. സോ എന്നുള്ളത്, അതായത് സി കാണുക എന്നുള്ളതിൻ്റെ V2 ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഫോം ആണ് സോ, അതായത് കണ്ടു. സോ രാമു സോ എ ഫിലിം യെസ്റ്റർഡേ. അല്ലെങ്കിൽ തന്നെ യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് വീക്ക് എന്നൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ എന്നൊക്കെ ഉള്ളത് പാസ്റ്റ് സിമ്പിൾ ടെൻസിൻ്റെ ടൈം മാർക്കേഴ്സ് അല്ലെങ്കിൽ കീവേഡ്സ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ യെസ്റ്റർഡേ കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇത് പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ എഴുതേണ്ട കാര്യമാണ്. സോ ഇവിടെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ഐ ഹാവൻ സീൻ ഹെർ ഡാഷ് ദി ലാസ്റ്റ് 30 years. ഓപ്ഷൻസ് ഇതാണ്: ഫോർ, സിൻസ്, ടു ആൻഡ് ഓൺ. നമ്മുടെ വീഡിയോസിൽ, ടെൻസിൻ്റെ വീഡിയോസിൽ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിൻസും ഫോറും വരുന്ന സിറ്റുവേഷൻസ്. ഇത് രണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റിലും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും ഉപയോഗിക്കാറുണ്ടെന്നും പറഞ്ഞായിരുന്നു. പിന്നെ എന്താണൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷൻ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ ഒരു കാലയളവ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവിടെ ഫോർ ആണ് ഉപയോഗിക്കുന്നത്. അതേസമയം ഒരു പോയിന്റ് ഓഫ് ടൈം ആണെങ്കിൽ സിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് 30 years 30 വർഷം എന്ന് പറഞ്ഞാൽ അതൊരു കാലയളവാണ് അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ എ 4. അടുത്ത ചോദ്യം, ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ടുമോറോ ടു ഇനോഗ്രേറ്റ് ദി ഫംഗ്ഷൻ. ഓപ്ഷൻസ്: അറൈവ്സ്, അറൈവ്, അറൈവ്ഡ് ആൻഡ് ഹാഡ് അറൈവ്ഡ്. ഇത് ടുമോറോ എന്ന് കാണുമ്പോൾ നമുക്കറിയാം ഇതൊരു ഫ്യൂച്ചർ ആക്ഷൻ ആണ്. പക്ഷേ നമ്മുടെ ഓപ്ഷൻസിൽ വില്ല്, ഷാല് എന്നുള്ള ഓക്സിലറി വേർബ്സ് കാണാനേ ഇല്ല. ഇത് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും, അറിയാത്തവരാണെങ്കിൽ പെട്ടെന്ന് വിചാരിക്കും ഇത് ക്വസ്റ്റ്യൻ തെറ്റാണ് എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് ഇതിന് മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യവുമാണ്. അതായത് ഭാവിയിലേക്കുള്ള പ്രീ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ പറയാറുണ്ടെന്ന്. അതായത് പ്രൈം മിനിസ്റ്റർ നാളെ ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യമാണ്. സോ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ പറയാറുണ്ട്. ഇവിടെ പ്രസൻറ്റ് സിമ്പിളിൽ ഓപ്ഷൻ എയും ഉണ്ട്, ഓപ്ഷൻ ബിയും ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ഉപയോഗിക്കുക. ഇവിടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരാളേ ഉള്ളൂ, അതൊരു സിംഗുലർ വെർബാണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ അറൈവ്സ്, അതായത് സിംഗുലർ വെർബായ അറൈവ്സ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ഹി ഹാസ് ബീൻ വർക്കിംഗ് ദെയർ ഡാഷ് 1998. ഓപ്ഷൻസ് ഇതാണ്: ഫ്രം, ടിൽ, സിൻസ് ആൻഡ് ബിഫോർ. ഇവിടെ നോക്കിയാൽ ഒരുപാടൊന്നും നീട്ടി വലിച്ച് പറയേണ്ട കാര്യമില്ല. ഒരു ടൈം എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ടൈം അഥവാ പോയിന്റ് ഓഫ് ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത്. 1998 എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് എടുത്തു പറഞ്ഞിരിക്കുന്നതാണ്. സോ നമ്മുടെ ആൻസർ സിൻസ് എന്നുള്ളതായിരിക്കും. ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഹി ഹാസ് ബീൻ വർക്കിംഗ് ദെയർ സിൻസ് 1998. അടുത്ത ചോദ്യം, ഐ ഡാഷ് ഓൾറെഡി ഡാഷ് ദ റെയിൽവേ സ്റ്റേഷൻ. ഓപ്ഷൻസ് ഇതാണ്: ഈസ് റീച്ചിങ്, ഹാസ് റീച്ച്ഡ്, ഹാവ് റീച്ച്ഡ് ആൻഡ് ഡിഡ് റീച്ച്ഡ്. ഇതും ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി, ജസ്റ്റ്, യെറ്റ് എന്നൊക്കെയുള്ള കീവേഡ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. സോ നമ്മുടെ ആൻസർ ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള വെർബായിരിക്കണം. ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, അതായത് ഹാസ് റീച്ച്ഡ് എന്നുള്ളതും ഹാവ് റീച്ച്ഡ് എന്നുള്ളതും. നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഓപ്ഷൻ സി ഹാവ് എന്നുള്ളതായിരിക്കും. സോ ഐ ഹാവ് ഓൾറെഡി റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, വെൻ വി റീച്ച് ദ സ്റ്റേഡിയം ദ പ്ലെയർ ഡാഷ് ദി പ്ലേ ഗ്രൗണ്ട്. ഓപ്ഷൻസ്: ലെഫ്റ്റ്, ലിഫ്റ്റ്, ആർ ലീവിങ്, ഹാഡ് ലെഫ്റ്റ്. ഇവിടെയും പാസ്റ്റ് ആക്ഷൻസ് ആണ്. രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഉണ്ട്. അതായത് ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയപ്പോഴേക്കും പ്ലെയർ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും നമുക്കറിയാം രണ്ട് പാസ്റ്റ് ആക്ഷൻസ് വരുമ്പോൾ ആദ്യം നടന്നതാണെങ്കിൽ നമ്മളത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടക്കുന്ന സിമ്പിൾ പാസ്റ്റിലുമാണ് പറയാറുള്ളത്. ഇവിടെ റീച്ച്ഡ് എന്നുള്ളത്, അതായത് വെൻ ബി റീച്ച്ഡ് എന്ന് പറയുമ്പോൾ റീച്ച്ഡ് എന്നുള്ളത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ആൻഡ് രണ്ടാമത്തെ ആക്ഷൻ, അതായത് ഞാനവിടെ എത്തിയപ്പോഴേക്കും പ്ലെയർ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്ലെയർ പോകുക എന്നുള്ള ആക്ഷനാണ് അവിടെ ആദ്യം നടന്നത്. സോ നമ്മൾ ആ ആക്ഷനെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയണം. സോ നമ്മുടെ ആൻസർ ഹാഡ് ലെഫ്റ്റ് എന്നുള്ളതാണ്, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഹി ഡാഷ് ടീ എവറി മോർണിംഗ്. ഓപ്ഷൻസ് ഇതാണ്: ഡ്രിങ്ക്സ്,
ഡ്രിങ്ക്, ഈസ് ഡ്രിങ്കിങ് ആൻഡ് ഡ്രാങ്ക്. ഇവിടെ എവറി മോർണിംഗ് അല്ലെങ്കിൽ ദിവസവും രാവിലെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് പതിവായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതൊരു ഹാബിറ്റാണ്. അപ്പോൾ അത്തരം ആക്ഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എയും ബിയും, അതായത് ഡ്രിങ്ക്സ് എന്നുള്ളതും ഡ്രിങ്ക് എന്നുള്ളതും പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ്. ഇതിൽ നമ്മൾ സബ്ജക്റ്റ് ഹി എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് നമുക്കിവിടെ സിംഗുലർ വേർബ് ചൂസ് ചെയ്യാം, അതായത് ഡ്രിങ്ക്സ്. സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ഡ്രിങ്ക്സ് എന്നുള്ളതാണ്. പിന്നെ ഓർത്ത് വയ്ക്കുക, എവറി മോർണിംഗ് അല്ലെങ്കിൽ എവറി ഡേ, റെയർലി, ഹാർഡ്ലി, സ്കേഴ്സ്ലി, യൂഷ്വലി, സെൽഡം എന്നൊക്കെയുള്ള വേർഡ്സ് കണ്ടാൽ അത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് എഴുതാറുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. പീറ്റർ ഡാഷ് ഹിസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ഓപ്ഷൻസ് ഇതാണ്: ഹാസ് കംപ്ലീറ്റ്, വാസ് കംപ്ലീറ്റ്, ഹാഡ് കംപ്ലീറ്റഡ്, വാസ് കംപ്ലീറ്റിംഗ്. ഇവിടെയും രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ആണുള്ളത്. ടീച്ചർ ക്ലാസ്സിൽ എത്തുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ ടീച്ചർ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ പീറ്റർ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആദ്യം നടക്കുന്നത് ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള ആക്ഷനാണ്. അതിനുശേഷമാണ് ടീച്ചർ ക്ലാസ്സിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നടന്ന ആക്ഷൻ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ ഇതാണ്: ഹാഡ് പ്ലസ് V3 എന്നുള്ള ഫോർമാറ്റ് ആണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്, അത് ഹാഡ് കംപ്ലീറ്റഡ്. ഓക്കെ, സോ പീറ്റർ ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ ദ ടീച്ചർ അറൈവ്ഡ്. ഷീന ഡാഷ് വിസിറ്റ് ഹർ അങ്കിൾ വെൻ ഹി വാസ് ഹിയർ. അതായത് അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ഷീന അങ്കിളിനെ വിസിറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഓപ്ഷൻസ് ഇതാണ്: വിൽ, ഓട്ട് ടു, ക്യാൻ, യൂസ് ടു. ഈ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് പാസ്റ്റിൽ അല്ലെങ്കിൽ ഭൂതകാലത്തിൽ റെഗുലറായിട്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമുക്കതിനെ ഹാബിറ്റ് ഇൻ ദി പാസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഭൂതകാലത്തിലുണ്ടായിരുന്ന ഒരു ഹാബിറ്റാണ്. സോ നമ്മളത് പറയുന്നത് എപ്പോഴും പാസ്റ്റ് സിമ്പിൾ ടെൻസിലാണ്. നേരത്തെ നമ്മൾ പ്രസൻറ്റ് സിമ്പിളിൻ്റെ കാര്യം പറഞ്ഞു, ഇത് പാസ്റ്റ് ആയതുകൊണ്ട് നമുക്കിതിനെ പാസ്റ്റ് സിമ്പിൾ ടെൻസിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി യൂസ് ടു എന്നുള്ളതാണ്. പിന്നെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, യൂസ് ടു ചേർത്തിട്ട് ഒരു സെൻറ്റൻസ് കണ്ടാൽ ഓർക്കുക അത് ഭൂതകാലത്തിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ പതിവായിട്ട് ചെയ്തിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി യൂസ് ടു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: ഇറ്റ് ഡാഷ് റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്, ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്. ഓപ്ഷൻസ് ഇതാണ്: ഈസ്, ഹാവ് ബീൻ, ഹാസ് ബീൻ ആൻഡ് വാസ്. അതായത് ഒരാഴ്ചയായിട്ട് കനത്ത മഴ തുടരുകയാണ്. അതുപോലെ ദ വെൽസ് ആർ ഓവർഫ്ലോയിങ്, കിണറുകളൊക്കെ നിറഞ്ഞു ഒഴുകുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് 4ഉം ആൻസറായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഡാഷ് റെയിനിങ് ഹെവിലി ഫോർ എ വീക്ക്, അതായത് ഒരാഴ്ചയ്ക്ക് മുൻപ് തുടങ്ങി ഇപ്പോഴും തുടരുന്ന ഒരു കാര്യമാണ്. അതായത് പാസ്റ്റിൽ തുടങ്ങിയിട്ട് പ്രസൻറ്റിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയാറുള്ളത്. ഇവിടെ ഓപ്ഷൻ ബിയും സിയും രണ്ടും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ചൂസ് ചെയ്യുന്നത് ഹാസ് ബീൻ, അതായത് ഓപ്ഷൻ സി ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് എന്നുള്ള സബ്ജക്റ്റ് എപ്പോഴും സിംഗുലർ ആയിട്ടാണ് വരാറുള്ളത്. സോ ഇറ്റ് അഥവാ നമ്മുടെ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹാസ് ആണ്. ഇനി അത് പ്ലൂറൽ ആയിരുന്നെങ്കിൽ നമ്മൾ ഹാവ് ഉപയോഗിച്ചേനെ. ഇവിടെ നമുക്ക് ഹാസ് ഉപയോഗിച്ചാലും മതി. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ ടെൻസിൻ്റെ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ എക്സാമ്പിളാണ് ഇറ്റ് ഹാസ് ബീൻ ട്രെയിനിങ് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഇത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം: ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് സ്കൂൾ ഡാഷ് 2006. ഓപ്ഷൻസ് ഇതാണ്: ഫോർ, ഫ്രം, അൺടിൽ, സിൻസ്. ഇത് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ആൻസർ സിൻസ് ആണ്. കാരണം പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ട് 2006 എന്നുള്ളത് പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ട് നമുക്ക് സിൻസ് എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: യൂസ് ദി കറക്റ്റ് ടെൻസ്. സെൻറ്റൻസ് ഇതാണ്: ഐ ഡാഷ് ഫോർ 2 hours ആൻഡ് ഐ ആം നൗ ടയേർഡ്. ഇവിടെ വർക്ക് എന്നുള്ള വെർബാണ് നമ്മൾ കറക്റ്റ് ഫോമിൽ ഉപയോഗിക്കേണ്ടത്. ഓപ്ഷൻസ് ഇതാണ്: ഹാഡ് ബീൻ വർക്കിംഗ്, വിൽ ബി വർക്കിംഗ്, വിൽ ഹാവ് വർക്ക്ഡ് ആൻഡ് ഹാവ് ബീൻ വർക്കിംഗ്. അതായത് 2 മണിക്കൂറായിട്ട്, കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ ആം നൗ ടയേർഡ്, ഇപ്പോൾ ഞാൻ ടയേർഡാണ്. അപ്പോൾ നമുക്കറിയാം 2 മണിക്കൂർ മുൻപ് തുടങ്ങിയ ഒരു പ്രവൃത്തിയാണ്, അതിപ്പോഴും തുടരുകയാണ്. എങ്ങനെയാണ് അതിപ്പോഴും തുടരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത്? നൗ ഐ ആം ടയേർഡ്, ഇപ്പോൾ ഞാൻ ടയേർഡാണ്.
എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ജോലി തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോഴും ടയേർഡായത്. സോ 2 മണിക്കൂർ മുൻപ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും ജോലി തുടരുകയാണ്. ആൻഡ് നൗ ഐ ആം ടയേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഭൂതകാലത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും തുടരുന്ന പ്രവൃത്തിയെ നമ്മൾ പറയുന്നത് എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഇവിടെ നോക്കുക, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, അതായത് ഹാവ് ബീൻ വർക്കിംഗ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഹാസ് ബീൻ എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ ഡി ഹാവ് ബീൻ വർക്കിംഗ് എന്ന് നമുക്ക് എഴുതി പോകാവുന്നേ ഉള്ളൂ. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ജോയ് തോമസ് ഡാഷ് ദി മാരത്തോൺ ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ 2009. ഓപ്ഷൻസ് ഇതാണ്: ഈസ് റണ്ണിങ്, റാൻ, റൺസ് ആൻഡ് ഹാസ് റൺ. അതായത് ജോയ് തോമസ് മാരത്തോൺ ഫസ്റ്റ് ടൈം മാരത്തോൺ ഓടുന്നത് 2009 പറയുന്നത്. അപ്പോൾ ഇവിടെ ടൈം വ്യക്തമാണ്, പാസ്റ്റ് ടെൻസ് ആണ്, അതോടൊപ്പം തന്നെ സമയം വ്യക്തമാണ്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അവിടെ പാസ്റ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, റാൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. The universe dash a vast number of galaxies and it dash since its creation in the Big Bang about 13 billion years ago. Options ഇതാണ്: has contained, expanded, contains, had been expanding, had contained, had expanded, contains, has been expanding. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു വലിയ ടഫായിട്ടൊക്കെ തോന്നും, പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ശ്രദ്ധിക്കുക, ദ യൂണിവേഴ്സ് ഡാഷ് എ വാസ്റ്റ് നമ്പർ ഓഫ് ഗാലക്സീസ്, അതായത് യൂണിവേഴ്സ് ധാരാളം ഗാലക്സീസ് ചേർന്നിട്ടുള്ളതാണ്. ആൻഡ് ഇറ്റ് ഡാഷ് സിൻസ് ഇറ്റ്സ് ക്രിയേഷൻ ഇൻ ദി ബിഗ് ബാങ് അബൌട്ട് 13 ബില്യൺ ഇയേഴ്സ് എഗോ. അതായത് 13 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ബിഗ് ബാങ്കിലൂടെ ഇതുണ്ടായ സമയം തൊട്ട് ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്പാൻഡ് എന്നുള്ള വെർബ് നമുക്ക് കിട്ടുന്നത് ഈ ഓപ്ഷൻസിൽ നിന്നാണ്. അതായത് 4 ഓപ്ഷനിലും എക്സ്പാൻഡ് എന്നുള്ള വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബിഗ് ബാങ് തിയറി, അതായത് ഒരു സ്ഫോടനത്തിലൂടെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായതെന്നും അതിപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അതുതന്നെയാണ് ഇതിലും പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പാർട്ട് നോക്കുക. ദ യൂണിവേഴ്സ് ഡാഷ് എ വാസ്റ്റ് നമ്പർ ഓഫ് ഗാലക്സീസ്, അതായത് യൂണിവേഴ്സ് ധാരാളം ഗാലക്സീസ് ചേർന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രപഞ്ച സത്യമാണ്, അല്ലെങ്കിൽ അതൊരു സയൻറ്റിഫിക് ഫാക്റ്റ് ആണ്, അതോ അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസിൽ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് വരുന്നത് കണ്ടെയ്ൻസ് എന്നുള്ളതാണ്. അതായത് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും കണ്ടെയ്ൻസ് എന്നുള്ള വെർബാണ് വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കുക. ആൻഡ് ഇറ്റ് ഡാഷ് സിൻസ് ഇറ്റ്സ് ക്രിയേഷൻ ഇൻ ദി ബിഗ് ബാങ് അബൌട്ട് 13 ബില്യൺ ഇയേഴ്സ് എഗോ. അതായത് 13 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ബിഗ് ബാങ് തൊട്ട് ഇത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ 13 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ, എന്ന് വെച്ചാൽ ഭൂതകാലത്തിൽ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും തുടരുന്ന കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. സോ നമ്മളിവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ്. അതായത് ഓപ്ഷൻ ഡി നോക്കുക, ഹാസ് ബീൻ എക്സ്പാൻഡിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് ആദ്യത്തേത് പ്രസൻറ്റ് സിമ്പിളും രണ്ടാമത്തേത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസുമായിട്ട്, അതായത് ഓപ്ഷൻ ഡി. The universe contains a vast number of galaxies and it has been expanding since its creation in the Big Bang about 13 billion years ago. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുവാണ്. പിന്നെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 crores ആണ്, 100 കോടിയാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുവാണ്. അപ്പോൾ ഏകദേശം ഒരു 15-16 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തതിൽ നമുക്ക് മനസ്സിലാവുന്നത് പാസ്റ്റ് സിമ്പിളും പ്രസൻറ്റ് പെർഫെക്റ്റും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ 2 പാസ്റ്റ് ആക്ഷൻസ് വരുന്ന സിറ്റുവേഷൻസ്, അതിലൊന്ന് ചിലപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആകാം, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആകാം. ഏതായാലും അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ സിൻസ് ഫോർ ഇതിൻ്റെ ഉപയോഗം, അതുപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഉപയോഗം, ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മുടെ ഹാബിറ്റ്സ് പറയുന്ന സന്ദർഭങ്ങൾ, ഏത് ടെൻസിലാണ് ഹാബിറ്റ്സ് പറയുന്നതെന്നൊക്കെ, അതുപോലെ തന്നെ ഫ്യൂച്ചർ ആക്ഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അപ്പോൾ കൂടുതൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക. മാക്സിമം അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇനിയും വരുന്നുണ്ട്, അത് മിസ്സാകാതെ തുടർന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിവേയ്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.